ശരീരത്തിലുണ്ടാകുന്ന വേദന നമ്മളെ പല വിധത്തിൽ ബാധിക്കാറുണ്ട്. ജോയിന്റ് പെയിൻ ആകാം, മസ്കുലർ പെയിൻ ആകാം. എങ്കിൽ താടിയെല്ലിനെയും തലയോട്ടിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിൽ ഉണ്ടാകുന്ന പെയിൻ അഥവാ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് ഡിസ്ഫങ്ഷൻ എന്താണെന്നും അതിൽ ഫിസിയോതെറാപ്പിയുടെ പങ്ക് എന്താണെന്നും നമുക്ക് നോക്കാം. ഞാൻ സന്ധ്യ പി ഗോപാൽ, ഫിസിയോതെറാപ്പി ഇൻചാർജ്, മുത്തൂറ്റ് ഹോസ്പിറ്റൽ, കോഴഞ്ചേരി. എവിടെയാണ് ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ്? താടിയെല്ലിന്റെ ഇരുവശങ്ങളിലുമായി ചെവിക്ക് തൊട്ടു മുൻപിലായി കാണുന്ന ജോയിന്റ് ആണ് ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ്. ഇത് നമ്മളെ വായ് തുറക്കാനും അടയ്ക്കാനും സംസാരിക്കാനും ഭക്ഷണങ്ങൾ ചവച്ചിറക്കാനും വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജോയിന്റ് ആണ്. എങ്ങനെയാണ് നമ്മുടെ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിന് പെയിൻ അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻ കാരണമാകുന്നത്? ഒന്നാമതായി, ജോയിന്റുകൾ കേൾക്കുന്ന ക്ഷതം, ആക്സിഡന്റൽ ആകാം, ട്രോമാറ്റിക് ആകാം, ആർത്രൈറ്റിക് ചേഞ്ചസ് അല്ലെങ്കിൽ സന്ധിവാദം പോലെയുള്ള ചേഞ്ചസുകൾ, നീണ്ടു നിൽക്കുന്ന ഡെന്റൽ ട്രീറ്റ്മെന്റുകൾ, പല്ലിന്റെ ഒരു വശം മാത്രം ഉപയോഗിച്ച് ചവയ്ക്കുകയും കടിക്കുകയും ചെയ്യുന്ന ശീലമുള്ള ആൾക്കാരിൽ, രാത്രിയിൽ ഉറങ്ങുമ്പോൾ പല്ല് കടിക്കുന്ന ശീലമുള്ളവരിൽ, അതുപോലെ ദേഷ്യം, സ്ട്രെസ് എന്നിവ ഉണ്ടാകുമ്പോൾ പല്ല് കടിച്ചമർത്തുകയും താടിയെല്ലിന് അമിത ബലം കൊടുക്കുകയും ഉള്ളവരിലാണ് ഈ ജോയിന്റ് പെയിൻ സാധാരണയായി കണ്ടുവരാറുള്ളത്. എന്താണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ? ജോയിന്റിനുണ്ടാകുന്ന പെയിൻ തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. അതിന്റെ ലക്ഷണവും ആ പെയിൻ ചെവികൾക്ക് ചുറ്റും വ്യാപിക്കുകയോ മുഖത്തേക്കും തലയിലേക്കും കഴുത്തിലേക്കും നമുക്ക് അനുഭവപ്പെടുന്നതാണ് പ്രധാന ലക്ഷണങ്ങളിൽ ഒന്ന്. ഇത് അനുഭവപ്പെടുന്ന രോഗികളിൽ വായ് തുറക്കാനും അടയ്ക്കാനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ചവയ്ക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, വാ തുറക്കുമ്പോൾ ക്ലിക്ക് സൗണ്ട് കേൾക്കുക എന്നിവയാണ് പ്രധാന ബുദ്ധിമുട്ടുകൾ പേഷ്യന്റിൽ കണ്ടുവരാറുള്ളത്. ഈ കഠിനമായ രോഗാവസ്ഥയിൽ ഒരു ഡെന്റിസ്റ്റിന്റെയോ സ്പെഷ്യലിസ്റ്റിന്റെയോ ഉപദേശം തേടാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പിയിലൂടെ ജോയിന്റിന്റെ വേദന കുറയ്ക്കാനും ജോയിന്റിന്റെ ചുറ്റുമുള്ള മൊബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി എന്നിവ മെച്ചപ്പെടുത്താനും ചുറ്റുമുള്ള മസിലുകളുടെ ബലം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നതാണ്. ഇനി എന്താണ് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വേദന കുറയ്ക്കുന്നതിന് വേണ്ടി അൾട്രാസൗണ്ട് തെറാപ്പിയിലൂടെ രോഗിക്ക് ഒരു ഫലപ്രദമായ ചികിത്സാ രീതി നൽകാവുന്നതാണ്. ജോയിന്റിന് ചുറ്റുമുള്ള വേദനയും ഇൻഫ്ലമേഷനും കുറയ്ക്കാൻ വേണ്ടി ഹോട്ട് തെറാപ്പി അല്ലെങ്കിൽ കോൾഡ് തെറാപ്പി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ചില രോഗികളിൽ വായ് തുറക്കാനും അടയ്ക്കാനും കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോൾ കൺട്രോൾഡ് മൗത്ത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടെക്നിക്കുകൾ അഥവാ ഗോൾഡ് ഫിഷ് എക്സസൈസ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് രോഗിയിൽ അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില രോഗികളിൽ കംപ്ലീറ്റ്ലി ലോക്ക്ഡ് ആയിട്ടുള്ള ടൈപ്പ് ജോയിന്റിൽ നമുക്ക് കണ്ടുവരാറുണ്ട്. കാരണം ജോയിന്റ് കംപ്ലീറ്റ് ആയിട്ട് ലോക്ക് ആവുകയും പേഷ്യന്റിന് തനിയെ അത് ഓപ്പൺ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുമ്പോൾ ഒരു സ്കിൽഡ് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായത്തോടു കൂടി മൈൽഡ് മൊബിലൈസേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജോയിന്റിന് മൊബിലിറ്റി കൂട്ടാൻ സാധിക്കുന്നതാണ്. ജോയിന്റിന് ചുറ്റുമുള്ള മസിലുകളുടെ സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടി സ്ട്രെങ്തനിങ് എക്സസൈസോ സ്ട്രെച്ചിങ് എക്സസൈസോ ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ പോസ്ചറൽ കറക്ഷൻ വഴി ജോയിന്റിനുണ്ടാകുന്ന സ്ട്രെസ്, ഓവർ സ്ട്രെയിൻ എന്നിവ കുറയ്ക്കാനും പെയിൻ കുറയ്ക്കാനും നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ ജോയിന്റിന് ചുറ്റുമുള്ള മസിൽസിനുണ്ടാകുന്ന ടെൻഡർനെസ് മാറ്റാൻ വേണ്ടി സോഫ്റ്റ് ടിഷ്യൂ റിലീസ് അല്ലെങ്കിൽ ട്രിഗർ പോയിന്റ് തെറാപ്പി എന്നിവയും ഫലപ്രദമാണ്. അങ്ങനെ ഫിസിയോതെറാപ്പിയിലൂടെ വേദന കുറയ്ക്കാനും പൂർണ്ണമായ ആശ്വാസം രോഗിക്ക് കൈവരിക്കാനും സാധിക്കുന്നതാണ്. ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.